So ഇന്ന് നമ്മൾ പെർസെൻറ്റേജസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സോ ഇറ്റ് ഈസ് questions based on marks in examination. So നമുക്ക് ഒരു question നോക്കാം. In order to pass in an examination, a student is required to get 780 marks out of the aggregate marks. Aggregate marks എന്ന് വെച്ചാൽ total marks എന്നാണ് അർത്ഥം. Okay, Sonu got 728 marks and was declared failed by 5%. So നമുക്ക് given എന്തൊക്കെയാണ്? ഒന്ന് പാസ് മാർക്സ് എത്രയാണ്? 780. പാസ് മാർക്ക് ഈക്വൽ ടു 780. ഓക്കെ, സോനുവിന് കിട്ടിയിരിക്കുന്നത്, സോനു ഗോട്ട് എത്രയാ? 728 മാർക്സ്. ഓക്കെ, സോ വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് ഫെയിൽഡ് ബൈ 5%. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു റിയൽ ടൈം ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയിട്ട് ആ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഒരു എക്സാമിൽ മാക്സിമം മാർക്സ് വന്നിട്ട് 100 ആണെന്ന് വയ്ക്കാം. ഓക്കെ, 100 മാർക്സ്. സോ ഇതിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 40. ഓക്കെ, സോ ഒരു സെയിം സോനു തന്നെ എടുക്കുക. സോനുവിന് വന്നിട്ട് 35 മാർക്സ് കിട്ടി. അപ്പോൾ സോനു എത്ര മാർക്സിലാണ് ഫെയിൽ ആയിരിക്കുന്നത്? 40 - 35 ഇറ്റ് ഈസ് 5 മാർക്സ്. ഓക്കെ, സോ ഈ 5 മാർക്സ് എന്ന് പറയുന്നത് ഈ 100ൽ എത്ര പെർസെൻറ്റേജാ? ഇറ്റ് ഈസ് 5%. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുക വേണമെങ്കിൽ. സോ വാട്ട് പെർസെൻറ്റേജ് of 100 is 5. Okay, so it is what percentage അറിയില്ല, x by 100 into of 100, so of ന് പകരം into 100 is equal to 5. അപ്പോൾ നമുക്ക് ഈ രണ്ടും 100ഉം ക്യാൻസൽ ആയി. So the answer is 5. So it is 5%. Okay, so സോ ഇതിൽ നമുക്ക് എന്തറിയാം? 5% ഓഫ് എ നമ്പർ ഇസ് 5 എന്നറിയാം. ഓക്കെ, അപ്പോൾ വാട്ട്, സോ ഇതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഫ്രേസ് ചെയ്യാണ്. സോ ഇഫ് 5% ഓഫ് എ നമ്പർ ഈസ് 5, then what is the number? Okay, so 5% പറഞ്ഞാൽ 5/100 ഓഫ് എ നമ്പർ എന്താണെന്ന് അറിയില്ല, എക്സ് ഈസ് 5 is equal to 5. അപ്പോൾ ഈ നമ്പർ, ഈ എക്സ് എന്നുള്ള നമ്പർ എന്തായിരിക്കണം? എക്സിന് ഇവിടെ നിർത്തി, എക്സ് is equal to ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡ് പോയ 5 × 100/5. സോ ഇതും ഇതും ക്യാൻസലായി. മാക്സിമം മാർക്ക് ഇസ് 100 മാർക്സ്. ഓക്കെ, സോ ഈ മാർക്സ് നമുക്ക് മാക്സിമം മാർക്സ് എന്നുള്ളത് കിട്ടി. ഓക്കെ, ഓക്കെ, സോ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, സോ ഞാൻ വേറൊരു കളർ ചൂസ് ചെയ്യുന്നുണ്ട് പെന്നിന്. മേ ബി കെൻ ടേക്ക് ലൈറ്റ് ബ്ലൂ. ഓക്കെ, ഫൈൻ. സോ ഇതിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 780, സോനുവിന് കിട്ടിയിരിക്കുന്നത് 728. അപ്പോൾ സോനു എത്ര മാർക്സിലാണ് ഫെയിൽ ആയിരിക്കുന്നത്? 780 - 728. Okay, so that is 2, 5. So the answer is Sonu is failed by 52 marks. Okay, so സോനു ഫെയിൽ ആയിരിക്കുന്നത് 52 മാർക്സിലാണ്. ഓക്കെ,
അപ്പോൾ ഈ 52 മാർക്സ് എന്ന് പറയുന്നത് ഞാൻ ഇതും കമ്പയർ ചെയ്യാനാണ് സൈഡ് ബൈ സൈഡ് തന്നെ എഴുതുന്നത്. ഈ 52 മാർക്സ് എന്ന് പറയുന്നതാണ് ഈ 5 മാർക്സ്. അപ്പോൾ if 5% of a number is 52, find the number. Okay, similarly if 5% of a number is 5, find the number എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ഇതിൽ 100 കണ്ടുപിടിക്കാൻ പറ്റുമോ അതേപോലെ ഈ 5% of a number is 52 എന്നിട്ടാ ഈ നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കാം. അതായിരിക്കും മാക്സിമം മാർക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെ 5% of a number 5/100 of into a number ഏതാണെന്ന് അറിയില്ല x is equal to 52. So x is equal to 52 into 100/5. Okay, so 5 20 times, so which is 20 into 52, that is 1 second, 1040. Okay, 2 to the okay, so the answer is 1040. Okay, so the maximum aggregate marks എത്രയായിരിക്കും 1040. ഇതാണ് ആൻസർ. ഓക്കെ, ഞാൻ സൈഡ് ബൈ സൈഡ് എഴുതിയത് രണ്ടിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കിക്കോളൂ. ഓക്കെ, സോ ദ ആൻസർ എന്താണ് 1040. ഞാൻ അത് താഴെ ജസ്റ്റ് ഒന്നും കൂടെ ചെയ്തേക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പാസ് മാർക്ക് വന്നിട്ട് 780, failed 728. സോ ആൻഡ് ഈ ഫെയിൽഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5%. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഡിഫറൻസ് എടുത്തു. സോ ഡിഫറൻസ് ഇസ് 780 minus 728, that is 52. Okay, so 5% of a number is 52. Find the number. Okay, so നമ്മൾ ഈ നമ്പർ എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ മാക്സിമം മാർക്സ് കിട്ടും. സോ ദാറ്റ് ഈസ് 5/100 into of a number x is equal to 52, which is 52 into 100/5. So the 20 times, so 52 into 20, which is 401 1040. Okay.